ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ രാധികയോട് പത്മിനി പറഞ്ഞനുസരിച്ച് വരുണിനും പ്രിയങ്കയ്ക്കുമായി മണിയറ ഒരുക്കുന്നു. പ്രിയങ്കയെ അണിയിച്ചൊരുക്കാനും രാധിക സഹായിക്കുമ്പോൾ രാധികയോട് പ്രിയങ്ക പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിയുടെ കൃഷ്ണ ഭഗവാൻ എല്ലാം നോക്കിക്കോളും, എന്റെ കാര്യത്തിലും അദ്ദേഹം എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തും എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, അതെ, ഞാൻ എല്ലാം ഭഗവാനിലാണ് അർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുണിന് അരികിലേക്ക് പത്മിനി എത്തുകയും വരുണിന് ധരിക്കാനായി പുതുവസ്ത്രങ്ങൾ നൽകുന്നത് കണ്ട് വരുൺ ചോദിച്ചു, ഇതെന്താ, എന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വല്ല പൂജയ്ക്ക് ഇരുത്താനാണോ എന്ന് ചോദിച്ചപ്പോ പത്മിനി പറഞ്ഞു, അതൊന്നും അല്ലടാ, നിന്നെ ഈ വേഷത്തിൽ ഒന്ന് കാണാനൊരാഗ്രഹം, അത് വല്ലാത്തൊരാഗ്രഹമാണല്ലോ എന്ന് സംശയത്തോടെ വരുൺ പത്മിനിയോട് ചോദിക്കണം. പിന്നീട് മണിയറയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാധിക വിഷമത്തോടെ ആ നിമിഷത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് രാധിക മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും തനിക്കുണ്ടാകുമെന്ന് കരുതിയതല്ല എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് രാധിക അങ്ങനെ ഇരിക്കും. തനിക്ക് മുത്തശ്ശി സമ്മാനിച്ച ആ രാധാകൃഷ്ണ ഫോട്ടോ അത് തിരിച്ച് ആ പൂജാമുറിയിലേക്ക് എത്തിക്കണം. അവിടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് ആ ഫോട്ടോ വെച്ചിട്ട് രാധിക മനസ്സിൽ പറഞ്ഞു, രാധ കൃഷ്ണന്റേതാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് സാധിക്കാത്തത് കൊണ്ട് ഇനി ഈ ഫോട്ടോ ഞാൻ സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് ഇത് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണീരോടെ ആ ഫോട്ടോ അവിടെ വെച്ചതിന് ശേഷം പ്രിയങ്കയ്ക്കും വരുണുമായി ഒരുക്കിയ മണിയറയിൽ പൂക്കൾ വെച്ച് അത് അലങ്കരിക്കുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് ഇരിക്കുകയാണ് രാധിക.